അലൈക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ലഞ്ച് വിശേഷമായിട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ രാവിലെ പുറംപണികളൊക്കെ കഴിഞ്ഞ് വേഗം കുളിയൊക്കെ കഴിഞ്ഞതാ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി ചോറൊന്ന് ഊറ്റിയെടുക്കാണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ചോറൊക്കെ കുക്കറിൽ വെച്ച് ഇറക്കി വെച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ പ്രഷറൊക്കെ പോയി ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഊറ്റി വെച്ചിട്ട് ഇനി അടുത്തത് നമുക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണം, ഉപ്പേരി ഉണ്ടാക്കണം. അപ്പോൾ ഉപ്പേരിക്കായിട്ട് പയറുണ്ട്, നല്ല നാടൻ പയറുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കറിക്ക് വെണ്ടയ്ക്കയാണ് ഇവിടെ അധികം ഇഷ്ടമുള്ള കറിയാണ് കേട്ടോ, വെണ്ടയ്ക്ക്. അതുപോലെ കുമ്പളങ്ങ മോരുകറി, മീൻകറി, അല്ലാതെ വേറെ പിന്നെ സാമ്പാർ കേട്ടോ. പിന്നെ വല്ലാതെ വേറെ കറികളൊന്നും അങ്ങനെ വെക്കാറില്ല, ഇഷ്ടമല്ല. പിന്നെ ചിക്കൻ കറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രം കേട്ടോ. അപ്പോൾ പയറൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് വെച്ച് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിയിൽ എണ്ണയൊക്കെ ചൂടായതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഉള്ളിയിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല നാടൻ ലഞ്ചാണ് കേട്ടോ. അപ്പോൾ ഇറച്ചി മീനും ഒന്നുമില്ലാത്ത പച്ചക്കറി മാത്രം. അപ്പോൾ ഉള്ളിയും പച്ചമുളകും എല്ലാം വാടി വന്നതിന് ശേഷം ഞാൻ പയറിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് നാളികേരം ചിരവിയതും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പ് കേട്ടോ. അപ്പോൾ പയർ ചെറിയതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ തേങ്ങ നാളികേരമൊക്കെ ഇട്ട് വെക്കണേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉപ്പേരി. പിന്നെ സാധാരണ നമ്മൾ പയർ വെക്കുമല്ലോ, വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് ഒന്ന് താളിപ്പ് ഇടുക, അങ്ങനെയാകാം. പക്ഷേ ഇതുപോലെ വെക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഇതുപോലെ വെച്ചാൽ മക്കൾക്കൊക്കെ ഇഷ്ടമാണ്, ഇങ്ങനെ തേങ്ങയൊക്കെ ഇട്ട ഉപ്പേരി കേട്ടോ. അല്ലാതെ വെറുതെ നമ്മൾ വെക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല. അപ്പോൾ ഉപ്പേരിയൊക്കെ അവിടെ ഞാൻ ഇളക്കി സെറ്റാക്കി മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതിനി സ്ലിമ്മാക്കിയിട്ട് ഗ്യാസ് ഇട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴത്തേനും നമുക്ക് കറിക്കുള്ളത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊക്കെ ഒന്ന് അരിഞ്ഞൊന്ന് വാട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മളപ്പുറത്തുനിന്ന് അമ്മായി ഒരു കഷ്ണം എന്താ പറയുക കാവത്ത് കേട്ടോ, കാവത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ കുറേ കാലമായിട്ട് കാവത്ത് കഴിച്ചിട്ട് നമ്മൾ നാടൻ നമ്മളെ തൊടുവിലുണ്ടായ കാവത്ത് കടയിൽ നിന്നൊക്കെ കിട്ടും വാങ്ങാൻ, പക്ഷെ ഇവിടെ അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. അപ്പോൾ അമ്മായി അത് കൊണ്ടുവന്നപ്പോൾ എന്തായാലും അതും കൂടി ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ പയറുപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കറിക്കുള്ള ഉള്ളിയും തക്കാളി വാട്ടണം, അതൊക്കെ ഒന്ന് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് കാവത്തും കൂടി ഒന്ന് മുറിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ കറിൻ്റെ പരിപാടിയും കൂടെ ഒന്ന് വേഗം റെഡിയാക്കിയിട്ട് അത് ആ ഒരു പണിയിലേക്ക് ഇരിക്കുക അല്ലേ. അപ്പോൾ പച്ചക്കറി ഐറ്റംസ് വെക്കുമ്പോൾ ഇങ്ങനെയാണ് അല്ലേ, ഒരുപാട് പണി തോന്നും. എന്താ വെച്ചാൽ എല്ലാതും അരിഞ്ഞ് ഉണ്ടാക്കി എടുക്കണ്ടേ. പിന്നെ ചിലവരൊക്കെ തലേ ദിവസം തന്നെ ഉപ്പേരിക്കുള്ളതും എല്ലാം റെഡിയാക്കി വെക്കും കേട്ടോ. ഞാൻ അധികം ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ചെയ്യുമ്പോൾ അപ്പക്ക് എന്താ വേണ്ടത് വെച്ചാൽ അത് ചെയ്യും. അങ്ങനെ വെണ്ടയ്ക്കയിൽ പൊടികളൊക്കെ ഇട്ട് പുളിയൊക്കെ ഒഴിച്ച് ഞാനവിടെ വേഗം വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിപ്പോൾ അധികം ഇതുപോലെ കത്തി കൊണ്ട് തേങ്ങ എടുക്കുക ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ചിരവണയിലേറെ ഈസി ആയിട്ട് തോന്നുന്നത് ഇതുപോലെയാണ്. പിന്നെ നമ്മളെ ജാറിൻ്റെ ബ്ലേഡിനൊക്കെ മൂർച്ചയും കിട്ടും അത്ര കേട്ടോ. അതിങ്ങനെ ആരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തേങ്ങ അരച്ചാൽ മിക്സിയിൽ ബ്ലേഡും മൂർച്ച കൂടും അത്ര കേട്ടോ. അപ്പോൾ എനിക്കത് തോന്നുന്നുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ ഈ മിക്സിയിൽ ജാർ കുറേ ആയി ഞാൻ വാങ്ങിച്ചിട്ട്. അപ്പോൾ അത് ചെറിയൊരു മൂർച്ച കുറവുണ്ടായിരുന്നു. ഇപ്പം ഞാൻ അധികം ഇങ്ങനെയാണ് കേട്ടോ അരക്കൽ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേറെ നമ്മൾ എന്തെങ്കിലും അരക്കുമ്പോഴും ഒക്കെ നല്ല വേഗം അരഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്യൽ ചിരവിലില്ല. പിന്നെ വല്ല പുട്ടുക്കോ ഉപ്പേരിക്കൊക്കെ ഇടുമ്പോൾ അങ്ങനെ ചിരവി ഇടുമല്ലോ, അത്രമാത്രം. അങ്ങനെ നമ്മൾ വെണ്ടയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് ഉണക്ക ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചെമ്മീനും കൂടെ ഇട്ടെടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ നല്ല ഉണക്ക ചെമ്മീനൊക്കെ ഇട്ട വെണ്ടയ്ക്കൊക്കെ ഇട്ട കറി അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ ഉപ്പേരിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ കാവത്തൊന്ന് മുറിച്ചെടുക്കണം. പണ്ടൊക്കെ എനിക്ക് നന്നാക്കാൻ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ ചേന നന്നാക്കുമ്പോൾ കൈയൊന്ന് ചൊറിയുമല്ലോ. അപ്പോൾ എൻ്റെ വിചാരം ഇതും ചൊറിയുന്നുള്ളൊരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഇത് നന്നാക്കാറില്ല കേട്ടോ. ചേനൻ്റെ ഒരു ഇതാണെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി ഇല്ലാന്ന് കേട്ടോ. അപ്പോൾ ചേന, ചേമ്പ്, അതുപോലെ കാവത്തൊക്കെ വാങ്ങണമെന്ന് ഉമ്മ ഉണ്ടാവും ഇവിടെ. അപ്പോൾ ഉമ്മക്കാണ് കേട്ടോ ആ പണി കൊടുക്കുക. പണ്ടൊക്കെ ഞങ്ങളമ്മ പറമ്പിൽ നിന്ന് ഇതൊക്കെ
കഴിക്കുമ്പോൾ നമുക്ക് അന്നൊക്കെ ഒന്നൊരു വില ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ ധാരാളമായിട്ട് കിട്ടാനും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കിട്ടാനില്ല കേട്ടോ. പറമ്പിലൊന്നും അധികം പറമ്പിലും അധികമല്ല. ഇതിപ്പോൾ ഇവിടെ അമ്മായി എവിടുന്നാന്ന് ഞാൻ തന്നെ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ ഫുൾ ടൈം മാങ്ങ ഇറക്കാനും പേരക്ക ഇറക്കാനും ഒക്കെ ആ തൊടുവിൽ കൂടെ നടക്കണതാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഞാനവിടെ കണ്ടിട്ടില്ല. ആൾ ഇതാ ഇന്നലെ കളച്ച് ആദ്യം ഒരു പ്രാവശ്യം കളച്ചിട്ട് അതിന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇത്ര കേട്ടോ. എന്നിട്ട് പിറ്റേ ദിവസമാണ് അത് എടുക്കാൻ കിട്ടിയത്. എന്താ വെച്ചാൽ അത്രയും ആഴത്തിൽ പോകട്ടെ ഈ സംഭവം. പണ്ടൊക്കെ എൻ്റെ ഉമ്മ ഇതുപോലെ ഇങ്ങനെ കാവത്ത് കളക്കുമ്പോൾ 2-3 ദിവസം ആവും കേട്ടോ അത് കളച്ചെടുക്കണമെങ്കിൽ. എന്താ വെച്ചാൽ അത്രയും അടിയിലായിട്ട് പോയിട്ടുണ്ടാകും. ഒരു മരക്കഷ്ണം പോലെ അത്രയും വലുതായിരിക്കും കേട്ടോ. അന്നൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും കാണാനും കിട്ടുന്നില്ല, കഴിക്കാനും ഇപ്പോൾ ആദ്യമായിട്ട് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാനിപ്പോൾ കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മ അങ്ങനെ പണ്ടത് എടുത്തത് അങ്ങനെ ഒരു ഓർമ്മ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ സംസാരത്തിൻ്റെ ഇടയിൽ നമ്മൾ കാവത്തൊക്കെ കട്ട് ചെയ്ത് പിന്നെ വേവിച്ചെടുത്തിക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് നാളികേരം, പച്ചമുളകും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും കൂടി ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല വെന്ത് ഉടഞ്ഞ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റ് തോന്നുക കേട്ടോ, കഴിക്കാനായിട്ട് ഇങ്ങനെ തോന്നുക. അപ്പോൾ എന്തായാലും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ തിക്കായിട്ടുള്ള കൂട്ടാനല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ ഒരുപാടൊന്നും ചൂടാക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പച്ചമുളകിൻ്റെയും ജീരകത്തിൻ്റെ ഒരു മണം അങ്ങോട്ട് പോയാൽ മതി കേട്ടോ. ഓവറായിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നാളികേരം ഇട്ടതിൻ്റെ ഒരു ടേസ്റ്റ് ഇല്ലാതാവും. അങ്ങനെ നമ്മുടെ അടിപൊളി കാവത്ത് കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാനിതാ കുറച്ച് കടുകും കറിവേപ്പിലയും ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെയൊക്കെ കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കപ്പ, പിന്നെ അതുപോലെ ചക്കപ്പുഴുക്കൊക്കെ ഉണ്ടാക്കുമല്ലോ അല്ലേ. ഈ വർഷം ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. കിട്ടിയ ചക്കയൊക്കെ പഴുത്ത ചക്കയായി പോയി, അതുകൊണ്ട് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ കാവത്ത് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ചായ ഉണ്ടാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ അവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ മക്കളല്ലേ, അപ്പം നമ്മളും ചായ പ്രേമിയല്ലേ, അപ്പോൾ മക്കൾക്കും അതേ ഒരു ശീലമായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവനും കുടിച്ച് എനിക്കും ഇതാട്ടോ ഒരു ഗ്ലാസ് തന്നിട്ടുണ്ട്. ചായ ഉണ്ടാക്കുമ്പോൾ എനിക്കും കൂടി ആട്ടോ ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ അടുക്കളയിലത്തെ വെച്ചുണ്ടാക്കലും കറികളും ചോറും കറി കേട്ടോ, ഞങ്ങളിവിടെ അങ്ങനെ പറയും, വെച്ചുണ്ടാക്കുക കേട്ടോ. വെച്ചും കൂട്ടാൻ കളിക്കാറില്ല ചെറുപ്പത്തിൽ. അതുപോലെ നമ്മൾ വെച്ചുണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാനിതാട്ടോ കാക്കു വന്നിട്ടുണ്ട്. അപ്പോൾ കാക്കുവിന് ചോറ് എടുത്ത് കൊടുക്കുകയാണ്. അവർക്കൊന്നും ഇങ്ങനെ പച്ചക്കറിൻ്റെ ഉള്ള സംഭവമൊന്നും ഇഷ്ടമല്ല കേട്ടോ. എന്നാലും ഇങ്ങനെ കാണുമ്പോൾ ഒക്കെ കഴിക്കും കേട്ടോ. എല്ലാം കൂടി ഒരു പ്ലേറ്റിലാക്കിയിട്ട് അങ്ങനെ കൊടുക്കുക ചെയ്തത് കേട്ടോ. വേറെ കൊടുക്കുമ്പോൾ അത് കഴിക്കില്ല കേട്ടോ. ഇതുപോലെ കുറച്ച് ചോറും കറിയും ഉപ്പേരിയും എല്ലാം അതിൽ ഒരുമിച്ച് അങ്ങനെ കൊടുക്കുമ്പോൾ അത് ഫുൾ അങ്ങനെ കഴിച്ച് കളയും. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെയാണ് കേട്ടോ എല്ലാവർക്കും ചോറ് കൊടുത്തത്. അപ്പോൾ നമുക്ക് പാത്രങ്ങൾ കഴുകാനും ഈസിയായി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷം ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്കും സബും ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും.